ഹലോ ഗൈസ്, വെൽക്കം ടു അർജുൻസ് ക്രിക്കറ്റ് വ്യൂ. അപ്പോൾ നമുക്കറിയാം, ഗൗതം ഗംഭീർ പറഞ്ഞായിരുന്നു എല്ലാ പ്ലേയേഴ്സും ഡൊമസ്റ്റിക് ലെവൽ ക്രിക്കറ്റ് കളിക്കണം, എന്നാലേ ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മുടെ സീനിയർ പ്ലേയേഴ്സൊക്കെ ഇപ്പോൾ രഞ്ജി ട്രോഫി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില ന്യൂസാണ്. ലൈക്ക് രോഹിത് ശർമ്മ മുംബൈക്ക് വേണ്ടി ഓപ്പണിംഗ് ഇറങ്ങിയായിരുന്നു. 18 ബോളിൽ ഒരു 3 റണ്ണാണ് രോഹിത് ശർമ്മ അടിച്ച്. പിന്നെ ഓപ്പണിംഗ് പാർട്ട്ണറായിട്ട് ജയ്സ്വാൾ ഇറങ്ങിയായിരുന്നു. 8 ബോളിൽ 5 റണ്ണാണ് അടിച്ചത്. പിന്നെ ശ്രേയസ് അയ്യർ 11 റണ്ണും അടിച്ചായിരുന്നു. പിന്നെ ക്യാപ്റ്റനായ അജിൻക്യ രഹാനെ 12 റണ്ണാണ് അടിച്ചത്. പിന്നെ ശുഭ്മൻ ഗിൽ ഐ തിങ്ക് ഗുജറാത്തിന് വേണ്ടിയിട്ടായിരുന്നു കളിച്ച്, വിച്ച് ഈ സ്കോർ ഓൺലി 4 റൺസ്. പിന്നെ ഋഷഭ് പന്ത് ഡൽഹിക്ക് വേണ്ടി കളിച്ചായിരുന്നു, 1 റണ്ണാണ് ഔട്ടായി. എന്തായാലും ഡൽഹിക്ക് വേണ്ടിയിട്ട് വിരാട് കോഹ്ലി ഇറങ്ങും എന്നൊക്കെ ഒരു ന്യൂസ് വന്നായിരുന്നു. പക്ഷേ ഇഞ്ചുറി എന്നൊരു റീസണിൽ കളിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളൊക്കെ അറിയാമെന്ന് വെച്ചാൽ ഇതുവരെ വിരാട് കോഹ്ലി ഇഞ്ചുറി പറഞ്ഞിട്ട് ഒരു മാച്ച് കൂടി ഇന്ത്യക്ക് വേണ്ടി മിസ് ചെയ്തിട്ടില്ല. പക്ഷെ എന്താ അറിയില്ല, ഡൊമസ്റ്റിക് ലെവലിൽ വരുമ്പോൾ ഇഞ്ചുറി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒഴിവായിട്ടുണ്ട്. പിന്നെ അതേപോലെ KL രാഹുലും ഇഞ്ചുറിയാണ് പറഞ്ഞ് കർണാടകയ്ക്ക് വേണ്ടി കളിച്ചിട്ടില്ല. പക്ഷെ അബ്ദുൾ താക്കൂർ മാത്രമാണ് ഇപ്പം മുംബൈക്ക് വേണ്ടി ഒരു ഹാഫ് സെഞ്ചുറി ഒക്കെ അടിച്ച് ഒരു സ്റ്റേബിൾ സ്കോറിലേക്ക് എത്തിപ്പിച്ച്. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ലൈക്ക് രഞ്ജി ട്രോഫിയിലാണ് നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് ബാക്ക് ടു ഫോം ഒക്കെ വരാൻ പറ്റുക. സോ അവർ അതിലും ഫ്ലോപ്പ് ആവാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റാർസൊക്കെ. സോ യങ് പ്ലേയേഴ്സിന് ചാൻസ് കൊടുക്കണോ വേണ്ടിയെന്ന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക. ആൻഡ് യാ, താങ്ക്സ് ഫോർ വാച്ചിങ്.